ആത്മനദി എന്നിലേക്കൊഴുകുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി ആത്മനദി എന്നിലേക്കവനൊഴുകി. ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി ആത്മനദി എന്നിലേക്കവനൊഴുകി. ആത്മനദി എൻ്റെ പാദങ്ങൾ നനച്ചപ്പോൾ ആനന്ദത്താൽ എൻ്റെ ഉള്ളം തുളുമ്പിപ്പോയി. പുതിയൊരു ശക്തി എന്നിലേക്കെന്നാഥൻ അനുനിമിഷം പകർന്നു തുടങ്ങി. പുതിയൊരു ശക്തി എന്നിലേക്കെന്നാഥൻ അനുനിമിഷം പകർന്നു തുടങ്ങി. ഹാലലുയ്യ, ഹാലലുയ്യ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യയ്ക്കായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു നല്ല വിശുദ്ധ ദിവസം കൂടെ ഞങ്ങളെ കർത്താവ് ഭദ്രമായി സൂക്ഷിച്ചു പരിപാലിച്ചു. ആമേൻ. അവിടുത്തെ കൃപയിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ മറച്ചതോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനയാത്രയിലും വഴിയാത്രയിലും എല്ലാം കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങൾക്ക് ആവശ്യമാർന്ന ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം എല്ലാം തന്നല്ലോ. സമാധാനത്തോടൊരു സന്ധ്യയിലെ പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലപ്പാ. നന്ദി അപ്പ, നന്ദി, നന്ദി. എല്ലാറ്റിനും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, ഈ നല്ല രാത്രി കാലം ഞങ്ങൾക്ക് സുഖകരമായി ഉറങ്ങുവാൻ ഇടയാക്കുമാറാകണമേ. ഞങ്ങളുടെ ശരീരാത്മദേഹികളൊക്കെ ബലപ്പെടുത്തുമാറാകണമേ. ഞങ്ങളുടെ ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും ഒക്കെ എടുത്തു മാറ്റണമേ കർത്താവേ. സ്വർഗത്തിലെ കാഴ്ച കണ്ട് കിടന്നുറങ്ങി ഉണരുവാൻ തക്കവണ്ണം, ഒരു നല്ല പുതിയ ദിവസത്തിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം സ്വർഗമടിയങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന യസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനെന്ന വചനത്താൽ ഞങ്ങൾ രാത്രികാലം സുഖകരമായി ഉറങ്ങി ഉണരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഭവനം, പരിസരം, അതിര്, വരമ്പ്, വസ്തുവക, ഏറ്റുമതിലെ കട്ടിള, കാല്, കുറുമ്പടി, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഞങ്ങളുടെ ഓരോ പ്രിയ മക്കളെയും അടിയങ്ങളെയും ചാർത്ത് വയ്ക്കുന്ന കർത്താവേ. ഗബ്രിയേൽ, മിഖാൽ ദൂതഗണങ്ങൾ ഊരിപ്പിടിച്ച വാളുകളുമായി ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും നിർത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. കർത്താവ്, ഇന്നുവരെയും ഞങ്ങൾ അത്ഭുതം അതിശയമായി കരം പിടിച്ച് നടത്തിയ ദൈവം, അവിടുത്തെ ആലോചനയിൽ നടത്തിയ ദൈവം. ഹാലലുയ. ഇന്നും ജീവിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം കർത്താവേ. ഈ സമയം ഹാലലുയ പ്രാർത്ഥന ചോദിച്ച ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം സൂക്ഷിച്ച് പരിപാലിക്കണമേ. ഓരോ മക്കളുടെയും ആവശ്യം ആഗ്രഹം പറഞ്ഞ് കരുതിക്കൊള്ളുമാറാകണമേ. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടുവാൻ സമ്മതിക്കല്ലേ കർത്താവേ. വേണ്ടുന്നതെല്ലാം കർത്താവ് കൊടുത്ത് സുരക്ഷിതമായി സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും രോഗത്താൽ ഭാരപ്പെടുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. രാത്രികാലം പൂർണ്ണ സൗഖ്യവും വിടുതലും സ്വർഗം നൽകണമേ. യാതൊരുവിധ പ്രയാസമോ പ്രതികൂലമോ ഉണ്ടാൻ അനുവദിക്കല്ലേ. തമ്പുരാൻ്റെ കരുണയുടെ കരം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ സുബോധത്തോടും ആരോഗ്യത്തോടും എഴുന്നേറ്റ് കർത്താവിന് സ്തുതിയും സ്തോത്രവും കരയറ്റുവാൻ ഞങ്ങളെല്ലാവരെയും അവിടെ നിന്ന് സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഒരു അനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിനെ അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയിരിക്കാൻ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ആ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. ദിനത്തോടും അവിടുത്തെ കൃപയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.